ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ബ്രസീലും മൊറോക്കോയുടെയും കളി കഴിഞ്ഞു. ഇത് സമനിലയാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ബ്രസീൽ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു ബ്രസീലിന്, അപ്പോൾ അത് മാറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പക്ഷേ കിടിലൻ കളിയായിരുന്നു, പറയല്ല. വിനീഷ്യസിൻ്റെ ആ ഗോളും മൊറോക്കോയുടെ ഗോളും കിടിലായിരുന്നു. പക്ഷേ വിനീഷ്യസിൻ്റെ ആ പെർഫോമൻസ് കാര്യം, ഇപ്പോൾ കഴിഞ്ഞ UCL റിയൽ മെഡ്രിലായാലും പുള്ളി കുറച്ച് ഹേറ്റ് വാങ്ങി കൂട്ടിയിട്ടുണ്ട്. കാരണം നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ വേൾഡ് കപ്പ് കിടിലൻ കളിയായിരുന്നു. പക്ഷേ മൊറോക്കോയുടെ കാര്യം പറയുമ്പോൾ എന്നാ പാസ്സായിരുന്നു. എനിക്ക് പ്രൈം ടൈമിൽ ബ്രസീൽ കളിച്ചില്ലേ, അതേപോലെ കിടിലൻ പാസിംഗ് ആയിരുന്നു. എനിക്കൊന്ന് പാസിംഗ് ആക്യുറസി അവർക്കായിരുന്നു കൂടുതൽ, പക്ഷേ ഷോട്ട്സ് അവർക്കായിരുന്നു കൂടുതൽ. പക്ഷേ ബാക്കി ഷോട്ട് ഓൺ ടാർഗറ്റൊക്കെ ബ്രസീലിലായിരുന്നെങ്കിലും കുറച്ചുകൂടെ എന്താണ് നല്ല വൃത്തി കളിച്ചത് മൊറോക്കയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ സമനിലയായത്. പക്ഷേ എനിക്കൊന്ന് ഇന്നലത്തെ മറ്റേ കളിയും ഖത്തറിൻ്റെ കളിയും സമനിലയായിരുന്നു. അത് കാണാൻ പറ്റിയില്ല. ബ്രസീലിൻ്റെ കളിയുണ്ട്, പക്ഷേ കിടിലൻ കളിയായിരുന്നു. എനിക്ക് വിനീഷ്യസിൻ്റെ ഗോൾ ഇഷ്ടപ്പെട്ടു. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങളായാലും ഫിഫയുടെ ഓപ്പണിംഗ് സെറിമണി ഉണ്ടായിരുന്നു. അത് എന്താ പറയണതെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ 2022 വേൾഡ് കപ്പിലെ ഓപ്പണിംഗ് സെറിമണി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കുറേ പഴയതിലോട്ട് പോകണ്ട. എന്തായിരുന്നു ഓപ്പണിംഗ് സെറിമണി? ഷെടാ, ഞാൻ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നില്ല, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല. ഓക്കെ, ആ ഓപ്പണിംഗ് സെറിമണി ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അത് ഇഷ്ടപ്പെട്ടവരും കാണും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇനിയാണ് ബ്രസീലിൻ്റെ കളി കഴിഞ്ഞു. ഇനി അടുത്ത അർജൻറ്റീനയുടെയും പോർച്ചുഗലിൻ്റെയാണ് വെയിറ്റിംഗ്.